അതെ, ഞാൻ എന്നെപ്പറ്റി തന്നെ ഒന്ന് പറഞ്ഞാലോ എന്ന് ആലോചിക്കുകയായിരുന്നു കേട്ടോ. കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് ചെയ്യാണ്, പഠിപ്പിക്കുവാണോ പഠിക്കുവാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് ഈ ഇൻസ്റ്റഗ്രാമിലെ റീൽസ് കാണുമ്പോഴേ കോളേജിലെ കാര്യവും എക്സാമിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴേക്ക് വരുന്നൊരു ഡൗട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഞാൻ ചങ്ങനാശ്ശേരിയിലെ SB കോളേജിൽ PG സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാനപ്പോൾ കോളേജിലെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. 2014 ഞാൻ എൻ്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത്. അത് കഴിഞ്ഞിട്ട് PGക്ക് ഈ കോളേജിൽ അന്ന് അഡ്മിഷൻ കിട്ടിയിട്ടും എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് എനിക്ക് മോളുണ്ടാവുന്നത്. അപ്പോൾ അവളെ തീരെ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ഞാൻ PG പഠനം ഡിസ്റ്റൻ്റായിട്ട് എടുക്കാം എന്ന് തീരുമാനിച്ചു. അതിനുശേഷം കുറേ വർഷങ്ങൾ കഴിഞ്ഞ് 2022 ഞാൻ ഇതേ കോളേജിൽ തന്നെ വീണ്ടും PG പഠിക്കാൻ ചേർന്നത്. അങ്ങനെ പഠിക്കാൻ ചേർന്ന സമയത്ത് കുറേ കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഒരു ഹോം ബേക്കറാണ്, വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ ഇടയിൽ പഠിക്കാൻ സമയം ഉണ്ടാകുമോ എന്നായിരുന്നു പലരുടെയും ചോദ്യം. പക്ഷെ നമ്മളൊരു ഉറച്ച തീരുമാനമെടുത്ത് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് പ്രതിസന്ധി വന്നാലും നമുക്കെല്ലാം തരണം ചെയ്യാനായിട്ട് പറ്റും. അതിലുപരി നമ്മളുടെ ഒരു ഇൻട്രസ്റ്റിനാണ് വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും നല്ല ഇഷ്ടത്തോടു കൂടി ചെയ്താൽ 100% നമുക്കതിൽ സക്സസ്ഫുൾ ആകാൻ പറ്റും. അത് എൻ്റെ ഒരു തിയറിയാണ് കേട്ടോ. എല്ലാ കാര്യത്തിലും പെർഫെക്ഷൻസ് കാണുന്ന എനിക്ക് എൻ്റെ പഠിത്തവും അതുപോലെ തന്നെയായിരുന്നു. മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റി എന്നുള്ളതാണ്. എൻ്റെ ഫാമിലീൻ്റെ സപ്പോർട്ടും അതിലൊരു വലിയ ഫാക്ടറായിരുന്നു കേട്ടോ. മക്കൾ 2 സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. അവരുടെ സ്റ്റഡീസിനെ ഹെൽപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ വീട്ടിലെ മറ്റു കാര്യങ്ങൾ എൻഗേജ്ഡ് ആവുന്നതും കേക്ക് ബേക്ക് ചെയ്യുന്നതിലും ഒക്കെ ഞാൻ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുണ്ടായിരുന്നു. നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വം കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ മാക്സിമം നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. അതുകൊണ്ട് സാഹചര്യങ്ങളെ പഴിചാരി നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ ഒന്നും ഉപയോഗിക്കാതെ ഇതെന്റെ വിധിയാണ് എന്ന് വിചാരിച്ചിരിക്കാതെ മുന്നോട്ടിറങ്ങുക. നെവർ ഗിവ് അപ്പ് ഓൺ യുവർ ഡ്രീംസ്. അതാവണം നമ്മുടെ മോട്ടോ. നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച സ്ഥാനത്ത് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.